ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർക്ക് ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കണമെന്ന് കേരള മദ്യലഹരി വിരുദ്ധ ഏകോപന സമിതി. കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി നടത്തുന്ന സ്ട്രീറ്റ് ലിക്കർ ഡേ ആണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ലഹരി മുക്തമാക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗാന്ധി ഭവൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സമര പോരാട്ടത്തെ അഭിസംബോധന ചെയ്തത്. കേരളത്തിൽ നിരോധിക്കപ്പെട്ട രാസവസ്തുക്കളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അതിനെതിരെ സർക്കാർ വലിയ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും അധികം ആളുകൾ ഈ ദുരന്തത്തിന് അടിമപ്പെടുന്നത് മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടം മദ്യത്തിനെതിരെ കൂടി നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം ലഹരി എന്ന് പറയുന്നത് മദ്യത്തെയും നമ്മൾ ലഹരിയായി കണ്ടുകൊണ്ട് അപ്രകാരമുള്ള ഒരു പോരാട്ടമാണ് നടത്തേണ്ടത്. സർക്കാരിൻ്റെ മദ്യനയം എപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങളെ ലഹരി വിമുക്തമാക്കാൻ മദ്യവിമുക്തമാക്കാനുള്ള പോരാട്ടമായി മാറേണ്ടതായിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം മാത്രമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, മദ്യത്തിനെതിരെയുള്ള പോരാട്ടവും നടത്താൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ 29 വിദേശ മദ്യഷാപ്പുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് ഇന്ന് 900-ലേറെ മദ്യശാലകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യശാലകളുടെ എണ്ണം പടിപടിയായി കുറച്ചുകൊണ്ടുവന്ന് സമ്പൂർണമായ ഒരു മദ്യനിരോധനത്തിലേക്ക് കേരളം. ലഹരി വിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർക്ക് കൃത്യമായ ചികിത്സയും പുനരധിവാസ സംവിധാനങ്ങളും ഒരുക്കണമെന്ന് കേരള മദ്യലഹരി വിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ ആവശ്യപ്പെട്ടു. ക്വിറ്റ് ലിക്കർ ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല ഉപവാസ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് വേട്ട കൊണ്ട് മാത്രം ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയാനാകില്ലെന്നും ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ ചികിത്സയും ബോധവൽക്കരണവും ഒരുപോലെ ശക്തമാക്കണമെന്നും ചാർലി പോൾ പറഞ്ഞു. ചികിത്സാ പുനരധിവാസ സംവിധാനങ്ങൾ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ നടപ്പാക്കണം. മദ്യമുക്തിക്കായി പ്രവർത്തിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെയും മയക്കുമരുന്ന് വിമുക്തിക്കായി പ്രവർത്തിക്കുന്ന നർക്കോട്ടിക്സ് അനോണിമസിന്റെയും സഹായം തേടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളുടെ കൂട്ടായ പ്രവർത്തനവും ജാഗ്രതയും ഉറപ്പാക്കിയാൽ മാത്രമേ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിപ്പിക്കാൻ കഴിയൂ എന്നും ചാർലി പോൾ പറഞ്ഞു. മദ്യത്തിനെതിരെയും സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മദ്യലഹരി വിരുദ്ധ ഏകോപന സമിതി ഭാരവാഹികളും വിവിധ സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് എറണാകുളം. നമസ്കാരം. 2026 പകുതിയിൽ ജെനസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.